വെടിയുണ്ട ചട്ടിയിൽ ചൂടാക്കിയ സംഭവത്തിൽ ഗുരുതര വീഴ്ചയെന്ന റിപ്പോർട്ട്. എറണാകുളം AR ക്യാമ്പിലെ ആയുധങ്ങളുടെ ചുമതലയുള്ള SIക്കെതിരെയാണ് കമാൻഡന്റിന്റെ റിപ്പോർട്ട് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് കൈമാറി. ബിനിൽ വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നു. ബിനിൽ, ഗുഡ് മോർണിംഗ്. ഈ ചട്ടിയിൽ വെടിയുണ്ട ചൂടാക്കിയതിൽ ഗുരുതര വീഴ്ചയുണ്ടെന്നാണല്ലോ ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത്. എന്തായിരിക്കും ഇത്തരത്തിലൊരു സംഭവത്തിലേക്ക് നീങ്ങിയത്? സമയാസമയങ്ങളിൽ ഇത് വെയിലത്ത് വെച്ച് ചൂടാക്കി സൂക്ഷിക്കുക എന്നതാണ് ഈ ആയുധത്തിന്റെ ബാങ് അമ്യൂണിഷന്റെ ഒരു പ്രത്യേകത എന്ന് തോന്നുന്നു. പക്ഷേ ഇത് ചട്ടിയിലാണ് അവസാനം ചൂടാക്കിയത്. മോത്തി, അത് തന്നെയാണ് ഇവിടുത്തെ ഒരു പ്രശ്നം. ചട്ടിയിൽ എന്തും ചൂടാക്കാം എന്നതാണ് ഈ പോലീസുകാരൻ തെളിയിക്കാൻ ശ്രമിച്ചത്. പക്ഷേ അത് പൊട്ടിത്തെറിച്ച് വലിയ കുഴപ്പമായി മാറി. കാരണം മോത്തി നേരത്തെ ചൂണ്ടിക്കാണിച്ചത് തന്നെ അതിൻ്റെ അകത്തൊരു പ്രശ്നമാണ്. കാരണം ഈ ആയുധങ്ങളുടെ ചുമതലയുള്ള SI ആണ് ഈ വെടിയുണ്ടയ്ക്ക് ക്ലാവ് പിടിക്കാതെ സൂക്ഷിക്കേണ്ടത്. പക്ഷേ ക്ലാവ് പിടിച്ചുപോയി. അപ്പോൾ പെട്ടെന്ന് ഇതെടുത്ത് ഉപയോഗിക്കേണ്ടിയും വന്നു. ആ സമയത്ത് എളുപ്പമാർഗത്തിൽ ചെയ്ത പരിപാടിയാണ് AR ക്യാമ്പിലെ തന്നെ അടുക്കളയിലേക്ക് കൊണ്ടുപോയി അവിടെ ഒരു ചട്ടിയിലിട്ട് ഈ വെടിയുണ്ട അങ്ങോട്ട് ചൂടാക്കി. അത് പൊട്ടിത്തെറിച്ചതോടുകൂടി ആകെ പണിപാളി. ഇപ്പോൾ ഈ SIക്കെതിരെ റിപ്പോർട്ട് കമാൻഡന്റ് സിറ്റി പോലീസ് കമ്മീഷണർക്ക് നൽകിയിരിക്കുകയാണ്. ഉറപ്പായും നടപടി ഉണ്ടാകുന്ന കാര്യം വ്യക്തമാണ്. കാരണം സേനയ്ക്ക് വച്ചു പൊറിപ്പിക്കാൻ കഴിയാത്തൊരു കാര്യമാണിത്. കാരണം വലിയ നാണക്കേടാണ് ഒരു വശത്തുണ്ടാക്കിയിരിക്കുന്നത്. ഈ ആയുധങ്ങളും എന്നൊക്കെ ഒരു കാലത്ത് പറഞ്ഞിരുന്നു. അതിൽ നിന്നൊക്കെ പോലീസ് സേന എല്ലാ മോശം കാര്യങ്ങളും മാറ്റിയെടുത്ത് മുഖം മിനുക്കി ഇത്രയും കാലമായിട്ടും ഇത്രയും അധികം വിവരമില്ലായ്മ ഒരു പോലീസുകാരന്റെ ഒരു SIയുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാവുക എന്ന് പറയുമ്പോൾ അത് എങ്ങനെയാണ് എല്ലാവർക്കും പൊരുത്തപ്പെടാൻ കഴിയുക എന്നുകൂടി ആലോചിക്കാൻ പറ്റുന്നില്ല ബിന്നിൽ. അത് തന്നെയാണ് ഇവിടുത്തെ ഒരു പ്രശ്നം. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സംഭവം ഇത്രയും വലിയ വാർത്തയാകുകയും പോലീസിന് അടിയന്തരമായി ഒരു റിപ്പോർട്ട് തേടേണ്ടിയും വന്നത്. കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യ ഈ സംഭവം പുറത്തേക്ക് വന്ന ഉടൻ തന്നെ AR ക്യാമ്പിന്റെ കമാൻഡന്റിനോട് എന്താണ് സംഭവിച്ചതെന്ന് അന്വേഷിച്ച് നൽകാൻ പറഞ്ഞു. അദ്ദേഹത്തിന്റെ റിപ്പോർട്ട് പ്രകാരം ഈ ആയുധങ്ങളുടെ ചുമതലയുള്ള SI സജീവ്, ആ സജീവിന്റെ ഭാഗത്ത് വലിയ വീഴ്ച സംഭവിച്ചു എന്നതാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത്. ഇനി തുടർ നടപടികൾ സ്വീകരിക്കേണ്ടത് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറാണ്. സ്വാഭാവികമായും ഈ ആയുധങ്ങൾ കൃത്യമായി സൂക്ഷിക്കപ്പെട്ടില്ല, അല്ലെങ്കിൽ ആയുധവുമായി ബന്ധപ്പെട്ട സാധനങ്ങൾ, ഇതൊരു ബ്ലാങ്ക് അമ്യൂണിഷൻ ആണെങ്കിൽ പോലും അത് വളരെ കാര്യക്ഷമതയോടുകൂടി തന്നെ ഉപയോഗിക്കേണ്ട കാര്യമാണ്. കാരണം ഒരു ഔദ്യോഗിക ബഹുമതികൾ നൽകുന്ന സമയത്ത് ഉപയോഗിക്കുന്ന വെടിയുണ്ടയാണ്. ആ വെടിയുണ്ട ഏത് സമയത്തും, അതായത് അത്യാവശ്യ ഘട്ടങ്ങളിലെടുത്ത് ഉപയോഗിക്കേണ്ട ഒരു കാര്യമാണ്. അത് കൃത്യമായി സൂക്ഷിച്ചില്ല എന്നതാണ് ഈ ക്ലാവ് പിടിച്ചു പോകാനുണ്ടായ ഒരു കാരണം. ആ ക്ലാവ് പിടിച്ചു പോയാൽ തന്നെ അത് എങ്ങനെയാണ് പരിഹരിക്കേണ്ടത് എന്നത് കൃത്യമായും അതിനുവേണ്ടിയുള്ള പരിശ്രമം ഉണ്ടായില്ല എന്നതാണ്. പെട്ടെന്ന് പോകാൻ വേണ്ടി എളുപ്പമാർഗം സ്വീകരിച്ച ആ എളുപ്പമാർഗത്തിൽ ഒരു SI കുടുങ്ങിപ്പോയി എന്ന് വേണമെങ്കിൽ പറയാം. ശരി ബിനിൽ.